ഹായ് ഫ്രണ്ട്സ്, ഒരു മിഡിൽ ക്ലാസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോ? ഒരു പത്തിരിയും ചിക്കൻ കറിയുടെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ഒരു ഷോർട്ടൊക്കെ ഇട്ട് ഞാൻ പാവയ്ക്കാപ്പീര കുടംപുളിയൊക്കെ ഇട്ടിട്ട് പാവയ്ക്കാപ്പീര വയ്ക്കുന്നത്, തേങ്ങാ ചമ്മന്തി അരച്ചത് ഒക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. എന്നാലും ഞാനിവിടെ ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചതാണ്. ഓരോരുത്തരും ചെയ്യുന്നതിൽ ഓരോ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻപീരയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു മീൻ മേടിച്ചോണ്ട് വന്നതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പീര വെക്കാൻ പറ്റിയ മീനുണ്ടായിരുന്നു, ഒരു അയലക്കൊഴുവ എന്ന് പറയും. അപ്പോൾ ആ മീൻ ഞാൻ പീര വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എന്തായാലും എനിക്കിന്ന് പീര വെക്കണം. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാം. ചില സ്ഥലങ്ങളിലൊന്നും മീൻ പീര വെക്കാറില്ലെന്ന് തോന്നും. ഞങ്ങളൊക്കെ കോട്ടയത്തൊക്കെ വെക്കും, ചില സ്ഥലങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ കാണണം. എന്നിട്ട് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ മീൻപീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് മീൻപീരയ്ക്ക് അത്യാവശ്യമുള്ള സാധനം മീനാണല്ലോ. ഈ മീൻ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാൻ മീൻ മേടിക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ മീനാണിത്. അതിനകത്തൊരു അയലക്കൊഴുവ എന്ന് പറഞ്ഞ ചെറിയ മീനായിരുന്നു. ഇത് പീര വെക്കാൻ നല്ല മീനാണ്. ഇത് ചെറിയ പീസാക്കിയത് ഞാൻ ഫ്രീസറിൽ ഇടുന്നത്. ഞാനിപ്പോൾ ഐസൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു കുറച്ച്. ഇത് ഞാൻ ചെറിയ ഉള്ളി കുറവായതുകൊണ്ടും അരിയാനുള്ള എളുപ്പത്തിന് ഞാൻ സവോള ഒരു 2 സവോള പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതൊരു 8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചി ഒരു 2 മേടത്തരം പീസ് ഇഞ്ചി കുത്തി അരിഞ്ഞത്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കണം മീൻപീരയ്ക്ക്, അതുകൊണ്ട് കുറച്ച് ഏറെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇഷ്ടംപോലെ കറിവേപ്പില. പിന്നെ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത്ര സാധനമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ മീൻപീര വെക്കാനായിട്ട് ആദ്യം നമ്മൾ വൃത്തിയുള്ള ചട്ടി എടുത്ത് വെച്ചു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇങ്ങനെ ആദ്യമേ കുറച്ച് തണ്ട് ഇങ്ങനെ ചട്ടിക്കകത്തുനിന്ന് അടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ചട്ടി അടുക്കി പിടിക്കാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇടുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് നമ്മൾ 3-4 പുളി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കാം. മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്ടി അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ചട്ടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സവോളയാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമണം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കണേ. ഈ ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ നാട്ടിലൊക്കെയാണ് പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ അരകല്ലേ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും. ഇപ്പം നമ്മൾ മിക്സിയിലിട്ടായിരിക്കും അത് ഒത്തിരി അങ്ങ് പൊടിയാണ്, മിക്സ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി, ഇതാണ് നല്ലത്. അപ്പം നമുക്ക് പീരയ്ക്കകത്തൊന്ന് കടിക്കാനൊക്കെ കിട്ടും ഇഞ്ചിയൊക്കെ. ഇത് മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും അത്ര മതി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പച്ചമുളക് ഞാൻ ആവശ്യത്തിന് ഇവിടെ നല്ല എരിവ് വേണ്ടോട് ഞാൻ മുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 1/2 സ്പൂൺ. അതില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ ചേർക്കും, ചിലപ്പോൾ ചേർക്കത്തില്ല. ഇപ്പോൾ ചേർക്കുന്നുണ്ട്, നല്ലത്, ഇച്ചിരി ചേർക്കാൻ നല്ലതാണ്. പിന്നെ നമ്മളിതിന് തേങ്ങ ഒരു കൃത്യമായ കണക്ക് പറയുന്നില്ല, കുറച്ച് ഏറെ തേങ്ങ വേണം. കാരണം മീൻപീരയ്ക്ക് പീരയാണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത്. ഇവിടെ ഒക്കെ കഷ്ണം ആർക്കും വേണ്ടേ, മീനിൻ്റെ പീര മതി എന്നാണ് പറയുന്നത്. ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായി തേങ്ങാപ്പീര കൂടുതൽ വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ഇടും. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയാണെങ്കിലും ഒരു അരമുറി തേങ്ങ കുറഞ്ഞത് വേണം. അത്രയും മീനൊരു അരമുറി തേങ്ങയിലും വേണം. ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. കുറച്ച് തേങ്ങയും കൂടെ വേണം, ഞങ്ങൾ ഇച്ചിരി ചേർക്കട്ടെ. കുറച്ച് തേങ്ങ ഞാൻ തിരുമിയപ്പോഴേ അതിനകത്ത് കഴന്ന് വീണതാണ് തേങ്ങ, അതതിൻ്റെ ഇടയ്ക്ക്. നമ്മൾ വീണ്ടും അത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തു. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു.
ഒരുപാട് മുളക് പൊടി ആവരുത്. ചെറിയൊരു കളർ മാറ്റത്തിന് വേണ്ടി മുളക് പൊടി ചേർത്തില്ലെങ്കിൽ മീൻ പീര വെക്കുമ്പോൾ നല്ല മഞ്ഞ കളർ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ എനിക്കൊരു സ്റ്റൈൽ തോന്നി, ഞാനൊരു ശകലം മുളക് പൊടി ചേർക്കും. അപ്പോൾ എനിക്കത് ഇച്ചിരി നന്നായിട്ട് തോന്നി. അതുകൊണ്ടിപ്പോൾ ഞാൻ ഇങ്ങനെ ശകലം മുളക് പൊടി ചേർക്കും. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് ചേർക്കുക. ഇനി നമ്മളിത് കുഴയ്ക്കാനൊന്നും പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഇതുമായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അറിയാം, നമുക്ക് തേങ്ങാപ്പീര കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ശകലം തേങ്ങാപ്പീരയും കൂടെ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. ഓൾറെഡി എരിവിനുള്ളതൊക്കെ മുളകും എല്ലാം ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. തേങ്ങാപ്പീര കുറവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. മതി, ഇത്രയും മതി. ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തേങ്ങ ഇതും കൂടെ ചേർത്ത് ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ചട്ടി എടുക്കുക. ചട്ടിയിലോട്ട് ഇതിങ്ങനെ എടുക്കണം. അപ്പോൾ അത് എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ആദ്യം കുറച്ച് മീൻ കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ആദ്യം കുറച്ച് മീൻ കഷ്ണമാണ് ഇടേണ്ടത്. മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് വീണ്ടും കുറച്ച് തേങ്ങാപ്പീര, ഇതിൻ്റെ ഈ ഉള്ളിയും പീര എല്ലാം കൂടി ഉള്ളത് ഇങ്ങനെ ഇടുക. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ഇടണം. കാരണം മീനിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പീരയും കൂടെ വരണം. എന്നാലേ അല്ല മീൻ തന്നെയായിട്ടും തേങ്ങാപ്പീര തന്നെയായിട്ടും കിടക്കരുത്. നമ്മളിനി കുറച്ച് പുളിയും കൂടെ ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം, കുറച്ച് പുളിയും കൂടെ ചേർക്കണം. ഞാൻ ആദ്യം ഒരു 3-4 പീസ് പുളിയേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇനി പുളി വേണം, മീൻപീരയ്ക്കൊക്കെ നന്നായിട്ട് പുളി വേണം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ പുളി ഇച്ചിരി കൂടുതലും വേണം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇങ്ങനെ വെച്ചു. ഈ പുളി പിഴിഞ്ഞ വെള്ളവും ഒരു ശകലം ഒഴിക്കുക. ഈ ബാക്കിയുള്ളത് ഇതേപോലെ കഷ്ണങ്ങൾ ആദ്യം ഇടുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പീര, തേങ്ങാപ്പീര മിക്സ് ചേർക്കുക. പിന്നെ വീണ്ടും ബാക്കിയുള്ളത് നമ്മൾ ഇനിയുള്ള മീൻ കഷ്ണങ്ങൾ മൊത്തം ഇതിലേക്ക് ഇങ്ങനെയാണ്. ഇനി അധികം ഇല്ല, കണ്ടോ 2-3 പീസേ ഉള്ളതെല്ലാം ഇട്ടു. ഇനി ബാക്കിയുള്ള ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പീര ഈ ബാക്കിയുള്ള ഇത്രയും വരും. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ മീൻ കാണാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇനി വെള്ളം ചേർക്കണം അതിനകത്തോട്ട്. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ മിക്സ് ചെയ്ത പ്ലേറ്റിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതാണ്. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം നമുക്ക്. കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 1/2 മുതൽ 1 ഗ്ലാസ് വെള്ളം വരെ. ബാക്കി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വേവൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇത് മതി, കണ്ടോ ഇങ്ങനെ കിടക്കണം വെള്ളം. നമ്മളിങ്ങനെ ചുറ്റിക്കുമ്പോൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നിലയ്ക്ക് ഒരുപാട് കൂടി പോകരുത്. ഇതാണ് ഇതിൻ്റെ കണക്ക്, കണ്ടോ. അപ്പം നമുക്ക് എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് അടുപ്പിലോട്ട് വയ്ക്കാം. അടുപ്പിലോട്ട് വയ്ക്കാതെ ഞാനൊരു 2 കഷ്ണം പുളിയും കൂടെ ഞാൻ ഇട്ടായിരുന്നു. നിങ്ങളത് കാണിക്കാൻ പറ്റിയില്ല. പുളിയും ഇപ്പം നിങ്ങളുടെ ഇഷ്ടം, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മീൻ പീരയ്ക്ക് നമ്മൾ മീൻ നോൺവെജ് എന്ത് വെക്കുമ്പോഴും അതിന് എരിവ് പുളി അതൊക്കെ ഇച്ചിരി നന്നായിട്ട് മുന്നോട്ട് തന്നെ നിങ്ങൾ. അതുപോലെ ഇഞ്ചി, മീൻ പീരയ്ക്ക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കണം. നമ്മളിതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിലൊന്നും വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകാണ് നന്നായിട്ട് ചേർക്കുന്നത്. നമ്മൾ സ്റ്റവ് എല്ലാം ഓൺ ചെയ്ത് മീൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രം നമ്മൾ ചേർത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അത് ഉപ്പ് ഞാൻ മീനൊന്ന് വന്നതിന് ശേഷമാണ്, തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമേ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ വേറൊരു ടിപ്പ് ഇതാണ്, സ്പൂൺ ഇട്ടിങ്ങനെ വയ്ക്കാറുണ്ട്. കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കിത് വർക്കൗട്ട് ആകാറുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് അടച്ച് വയ്ക്കാം. അപ്പം മീൻ തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. മീൻ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി, കണ്ടോ. നമുക്കിനി അത് ഉപ്പ് ചേർക്കാം. തിളച്ച് വരുന്നുണ്ടോ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഉപ്പ് ചേർക്കാം. തിളച്ചതിന് ശേഷം ഞാൻ ഉപ്പ് ചേർക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുഴപ്പമില്ല, അപ്പം മീൻ പിടിച്ചതും കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. മൊത്തം ഒന്ന് ചട്ടി ഇളക്കുമ്പോൾ ഉപ്പ് എല്ലായിടത്തും ആയിക്കോളും. ഉപ്പ് ഒക്കെ അതൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ചേർക്കുക. ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചാകുമ്പോൾ ഒന്ന് നോക്കണം, കുറച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കുറവാണെന്ന് കണ്ടാൽ അന്നേരം ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കരുത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക.
നമ്മൾ സ്പൂൺ ഇങ്ങനെ തന്നെ ഇട്ട് വെക്കുക, അടച്ച് വെക്കുക, തീ കുറച്ച് മീഡിയമാക്കി ഇടുക, ഫുള്ള് വെക്കരുത്, മീഡിയമാക്കുക. ഇനി അതിരുന്ന് ഈ വെള്ളം ഒന്ന് പറ്റി വരുന്നതാണ് ഈ മീൻപീര റെഡിയാവുന്നതിൻ്റെ കണക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഞാനെപ്പോഴും കറിയെല്ലാം അടുപ്പം കയറ്റി. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ ചോറുണ്ണാതെയായിരുന്നു ചെയ്യാൻ തന്നത്. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ ചോറിനട്ടെ. ഇച്ചിരി സാമ്പാറും മോരും ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് ചൂട് കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയാവും, അന്നത് കാണിക്കാം. അപ്പോൾ നമ്മുടെ മീൻപീര കുറച്ച് വെച്ചിട്ടൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് എന്തായിട്ടൊന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം എല്ലാം പറ്റി. നമ്മൾ ഇടയ്ക്ക് ഇളക്കമൊന്നും ചെയ്തിട്ടില്ല. ചട്ടിയോട് കൂടി നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കത്തേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഈ പരുവത്തിൽ വാങ്ങാൻ ചിലർക്ക് ഒരു ശകലം ഇങ്ങനെ ഗ്രേവി പോലെ ഇരിക്കുന്ന ഇഷ്ടം, ഇച്ചിരി വെള്ളമയത്തോടു കൂടി. ഞാനത് എടുക്കത്തില്ല, ഞാൻ ഫുള്ള് ഡ്രൈ ആക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നാലത് റെഡിയാവും കേട്ടോ. എത്രയുള്ള കാര്യം. ഞാൻ ഉപ്പൊന്ന് നോക്കിയായിരുന്നു, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതിപ്പം അത് പറ്റി ഒരു 10 മിനിറ്റ് തണുത്ത് കഴിയുമ്പോൾ നല്ല തേങ്ങാപ്പേരി എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വരും. നല്ല അതൊന്നേരം ഞാൻ കാണിക്കാം. ശരി, 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി ശരിക്കും ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ. നമ്മൾ ഈ സിമ്മിലൊക്കെ വെച്ച് ഇങ്ങനെ പതുക്കെ ഇത് പറ്റി വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പറ്റി ഈ പരുവത്തിലായി വരാൻ അരമണിക്കൂർ 40 മിനിറ്റോളം എടുക്കും. അത് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിരിക്കും. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതലാണ് ഒഴിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് എന്ത് പറ്റി വരട്ടെ എന്ന് വിചാരിച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിക്കും. നമുക്ക് ഒരുപാട് വേവില്ല മീൻ, എന്നാലും ഞാൻ ആ കാണിച്ച അത്രയും വെള്ളം ഒഴിച്ചാൽ ഒരു 35 മിനിറ്റോടൊക്കെ ശരിയായി വരും. അപ്പോൾ അതെ, നമ്മുടെ മീൻപീര റെഡിയായി. ഇത് കണ്ടോ, സെറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ തോന്നും. നല്ല വെറുവറാന്ന് കിട്ടുന്നതാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ പൊതുവേ ഒഴിക്കാറില്ല. ഇപ്പോഴത്തെ ഞാനൊരു ശകലം വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത്രയും മതി. എല്ലാം കഴിഞ്ഞു. നമ്മുടെ മാങ്ങയങ്ങ് വെക്കാം. അപ്പോൾ അതെ, നമ്മുടെ അടിപൊളി മീൻപീര റെഡി. അപ്പം നമ്മുടെ മീൻപീരയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ, വലിയ പാടൊന്നും ഇല്ലല്ലോ. പക്ഷേ തേങ്ങയൊക്കെ നേരത്തെ തിരുമ്മി വെച്ചാൽ എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ വെച്ചാൽ മീനും റെഡിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻപീര റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഒരു മിഡിൽ ക്ലാസ് അടക്കം.